സ്പോട്ട് ലൈവ് തുടരുന്നു. നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ അൻസിബ ഹസൻ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ ഹാജരായി. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതിയാണ് ടിനി ടോമിനെതിരെ അൻസിബ പരാതി നൽകിയത്. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ടിനിക്കെതിരെ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ തുടർച്ചയായി ടിനി സൈബർ അധിക്ഷേപം നടത്തുന്നുവെന്നും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, അൻസിബയുടെ രണ്ടാമത്തെ പരാതിയാണിത്. നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് ടിനി ടോമിനെതിരായിട്ടുള്ള പരാതി. ഇതിന് ഈ മൊഴി നൽകാൻ എത്തുന്നതിന് മുൻപ് അൻസിബ മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരിച്ചിരുന്നോ? ടോം, എന്തായാലും അൻസിബ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചില്ല. ഈ മൊഴി നൽകിയതിനു ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേഷനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെയാണ് 1-ാം തീയതിയാണ് അൻസിബ ഈ പരാതി നൽകിയത്. ഇൻഫോ പാർക്ക് പോലീസിനാണ് പരാതി നൽകിയത്. പക്ഷെ ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് കടവന്ത്ര സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് പോലീസ് പരാതി ഇങ്ങോട്ടേക്ക് കൈമാറിയത്. ഈ അൻസിബ പറയുന്ന സന്ദർഭങ്ങളെല്ലാം നടന്നത് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അവിടെ വെച്ചാണ് അമ്മയുടെ കുടുംബസംഗമം നടന്നത്. അവിടെ വെച്ചിട്ട് ടിനി ടോമിൽ നിന്നും ചില മോശ പരാമർശങ്ങൾ ടിനി ടോം തനിക്ക് എതിരെ പറഞ്ഞതായി അൻസിബ കേൾക്കുന്നു. പിന്നീട് തുടർന്നുള്ള സൈബർ ആക്രമണം, താൻ ഈ മതപരിവർത്തനത്തിനടക്കം പലരെയും നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ടിനി ടോം പലരോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് അൻസിബയുടെ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഒപ്പം നീന കുറുപ്പിനോടും ടിനി ടോം വളരെ മോശമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയതും ആ കുടുംബസംഗമത്തിൽ വെച്ചായിരുന്നു എന്നുകൂടി പറയുന്ന പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ തുടർന്നാണ് പരാതി നൽകുവാനായി അൻസിബ തീരുമാനിക്കുകയും ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി പിന്നീട് അത് കടവന്ത്രയ്ക്ക് കൈമാറി. ഇന്നിപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകുവാനാണ് അൻസിബ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്റെ പക്കലുള്ള തെളിവുകളും ഹാജരാക്കുമെന്നാണ് അൻസിബ വ്യക്തമാക്കിയിരിക്കുന്നത്. അമ്മ സംഘടനയിലും നേരത്തെ അൻസിബ പരാതി നൽകിയിരുന്നു. പക്ഷെ ആ പരാതിയിൽ ഇതുവരേക്കും നടപടികളൊന്നും തന്നെ മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അൻസിബയെ വിളിപ്പിച്ചു. അൻസിബയ്ക്ക് പറയാനുള്ളത്, അൻസിബയുടെ കയ്യിലെ തെളിവുകൾ ഇതെല്ലാം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻസിബയോട് വരാൻ ആവശ്യപ്പെട്ടു. എങ്കിൽ പോലും അൻസിബ മുന്നോട്ട് വെച്ച ഒരു സമിതിയിൽ തന്റെ പരാതി കേൾക്കേണ്ടത് ഈ പ്രസിഡന്റും സെക്രട്ടറിയും ആയിരിക്കരുത്, പകരം മറ്റ് ഈ കമ്മിറ്റിയിലുള്ളവർ അല്ലാത്ത 3 പേരുടെ പേരുകൾ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ സമിതിയിലുള്ളവർ തയ്യാറായില്ല. പ്രത്യേകിച്ച് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഇല്ലാതെ എങ്ങനെയാണ് ഈ പരാതി കേൾക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സമിതിയാണ് രൂപീകരിച്ചത്. പക്ഷെ അൻസിബയ്ക്ക് അതിനോട് താൽപര്യമില്ലാത്തതിനാലാണ് പിന്നീട് പരാതിയുമായി പോലീസിനെ സമീപിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നത്. ടിനി, എന്തായാലും അൻസിബ പുറത്തിറങ്ങിയ ശേഷം എന്ത് പ്രതികരിക്കുമെന്ന് അറിയണം. കാരണം ടിനി ടോമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അൻസിബ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും വർഗീയമായി പോലും തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നു, തൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നു, ടിനിയുടേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണ് തുടങ്ങി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. എന്തായാലും ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്താണെന്ന് അറിയണം. ഈ ടിനി ടോമിനെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്ന അത്തരം നടപടികൾ ഉണ്ടാകുമോ? എന്തായാലും ടോം ഇനിയിപ്പോൾ ടിനി ടോമിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അല്ലെങ്കിൽ ടിനിയുടെ ഭാഗം കേൾക്കുവാനും പോലീസ് തയ്യാറാകും. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നേരത്തെ തൃപ്പൂണിത്തുറയിലെ കേസിലടക്കം, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ അൻസിബ നൽകിയ പരാതിയിലടക്കം പോലീസ് ഇപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പകരം ഇരു വിഭാഗങ്ങളെയും കേട്ടതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം. ഇതിപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനം തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. സമാനമായ നിലപാട് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകുന്നത്. ഇത് എത്രമാത്രം തെളിവുകൾ അൻസിബയ്ക്ക് പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വാക്കാൽ പറഞ്ഞു അല്ലെങ്കിൽ പലരോടും പറയുന്നത് കേട്ടു എന്നതിനപ്പുറത്തേക്ക് ഈ അൻസിബയുടെ പക്കൽ ഇത് ടിനി ടോം ഇങ്ങനെ പറയുന്നതിൽ, നേരിട്ട് പറഞ്ഞതിൽ തെളിവുകളുണ്ടോ എന്നതൊക്കെ ആയിരിക്കും പോലീസ് നോക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ ടിനി ടോമിനെയും ഇതിന്റെ കൂടുതൽ നടപടികളുടെ ഭാഗമായി ഇപ്പോൾ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ വരും ദിവസങ്ങളിൽ വിളിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാലും ഇന്ന് ഇപ്പോൾ അൻസിബ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വിശദമായി മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. നേരത്തെ അൻസിബ ആദ്യം ഒരു പരാതി നൽകിയത് തൃപ്പൂണിത്തുറ വിവരങ്ങൾ നൽകി സൂചിപ്പിച്ചത്. എന്തായിരിക്കും പോലീസിന്റെ തുടർ നീക്കം? ടിനി ടോമിനെ
മൊഴിയെടുക്കാൻ വിളിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.